ലോകത്തെ ഞെട്ടിക്കുകയും കണ്ണീരിലഴുതുകയും ചെയ്ത റുവാണ്ടൻ വംശഹത്യയ്ക്ക് 30 വർഷം തികയുന്ന അവസരത്തിൽ റുവാണ്ടയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ആഫ്രിക്കൻ ക്രിസ്ത്യൻ പ്രൊഫഷണൽ ഫോറം അംഗങ്ങൾ. ഏകദേശം 8 ലക്ഷം ആളുകളാണ് 1994 നടന്ന റുവാണ്ടൻ വംശഹത്യയിൽ കൊല്ലപ്പെട്ടത്. ജീവന്റെ വിശുദ്ധി, കുടുംബ മൂല്യങ്ങൾ, സദ്ഭരണം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന മുന്നേറ്റമാണ് ആഫ്രിക്ക ക്രിസ്ത്യൻ പ്രൊഫഷണൽ ഫോറം. വംശഹത്യയുടെ 30ാം വാർഷികം ഞങ്ങൾ അനുസ്മരിക്കുന്ന വേളയിൽ റുവാണ്ടയിലെ ജനങ്ങളോട് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. റുവാണ്ടയുടെ സർക്കാർ, അവരുടെ പൗരന്മാർ, ആഫ്രിക്കൻ യൂണിയൻ അംഗരാജ്യങ്ങൾ, ആഗോള സമൂഹം എന്നിവരോടൊപ്പം ജീവൻ പൊലിഞ്ഞ നിരപരാധികളെ ഞങ്ങൾ അനുസ്മരിക്കുന്നു. 30 വർഷം മുമ്പ് മനുഷ്യരാശി പറഞ്ഞറിയിക്കാനാവാത്ത ആക്രമണത്തിന് സാക്ഷ്യം വഹിച്ചു. അതിൻ്റെ ഫലമായി എണ്ണമറ്റ നിരപരാധികൾ മരിച്ചുവെന്നും സംഘടനയുടെ നേതാക്കൾ പ്രസ്താവനയിൽ വെളിപ്പെടുത്തി. 1994 റുവാണ്ടൻ വംശഹത്യയ്ക്ക് തുടക്കമിട്ടത് ഏപ്രിൽ 6 ബുറുണ്ടിയിലെ പ്രസിഡന്റ് സിപ്രിയൻ നട്യാമറയ്ക്കൊപ്പം രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ജുവനൽ ഹബ്യാരിമാനയുടെ മരണമാണ്. ഹുട്ടുവകളും ടുട്സികളും തമ്മിലുള്ള സമാധാന ചർച്ചകൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അവരുടെ വിമാനം കിഗാലിയയിൽ ലാൻഡ് ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്നവർ എല്ലാവരും കൊല്ലപ്പെട്ടു. 2023 മെയ് മാസത്തിൽ വംശഹത്യയുടെ സൂത്രധാരനായി കരുതപ്പെടുന്ന റുവാണ്ടൻ കത്തോലിക്ക വൈദികനെ ഫ്രാൻസിസ് പാപ്പ വൈദിക ചുമതലകളിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു.